നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂൺ 21 ശനി. നിലയ്ക്കാതെ സംഘർഷം. ഇറാൻ ചർച്ചയിൽ. യൂറോപ്യൻ രാജ്യങ്ങളുമായി ജനീവയിൽ ചർച്ച. ഇറാന്റെ ആവശ്യപ്രകാരം UN രക്ഷാസമിതി ചേർന്നു. ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ. തെഹ്റാനിൽ ഇസ്രയേലിനെതിരെ വൻ പ്രതിഷേധം. കുട്ടികളോട് കൊടും ക്രൂരത. ഇസ്രയേൽ UN കരിമ്പട്ടികയിൽ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി വ്യോമപാത തുറന്ന് ഇറാൻ. ശബരിമല റോപ്പ് വേ യാഥാർത്ഥ്യത്തിലേക്ക്. 5 ടവർ, 60 കാർ, മണിക്കൂറിൽ 700 ടൺ ശേഷി. കേന്ദ്ര അനുമതിക്കായി ഉടൻ സമർപ്പിക്കും. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ അനുമതി ലഭ്യമായതോടെ ശബരിമല റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ദേശീയ വന്യജീവി ബോർഡിൻ്റെ അന്തിമ അനുമതി ലഭിച്ചാൽ നിർമ്മാണം ആരംഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ 4.5 ഹെക്ടർ ഭൂമി കണ്ടെത്തി അടയാളപ്പെടുത്തി കഴിഞ്ഞു. രാജ്ഭവൻ RSS കാര്യാലയമല്ല. ഗവർണർ ഭരണഘടന ലംഘിക്കുന്നു. നിലമ്പൂരിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്നു. വ്യോമസുരക്ഷ അപകടത്തിൽ ആളും പണവും നൽകാതെ കേന്ദ്രം. മുന്നറിയിപ്പ് തള്ളി. അഹമ്മദാബാദ് വിമാനാപകടത്തിന് 2 മാസം മുമ്പേ പാർലമെന്റ് സമിതി നൽകിയ റിപ്പോർട്ട് കേന്ദ്രം അവഗണിച്ചു. മുണ്ടക്കൈ പുനരധിവാസം. ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം വീതം കൈമാറി. സമ്മതപത്രം നൽകിയ 104 കുടുംബത്തിനാണ് തുക നൽകിയത്. വിവിധ സംഘടനകൾ വീട് നൽകിയവർക്കും പണം കൈമാറി. ഗവർണറുടെ അധികാരവും കടമയും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തും. ആരിഫിൻ്റെ വഴിയെ ആർലേക്കറും. മാധ്യമങ്ങൾ രാജ്ഭവനെ തെറ്റായ രീതികളെയും ഭരണഘടനാ ലംഘനങ്ങളെയും തുറന്നു കാട്ടാൻ തയ്യാറാകുന്നില്ല. തരൂർ വിഷയത്തിലും ആശയക്കുഴപ്പം. റീലുകാർക്കെതിരെ കോൺഗ്രസിൽ കലാപം. T സിദ്ദിഖിൻ്റെ കുറിപ്പാണ് പുതിയ ചേരിതിരിവിനും തർക്കങ്ങൾക്കും തുടക്കമിട്ടത്. ഷോ മാത്രമാണ് നിലമ്പൂരിൽ നടന്നതെന്നായിരുന്നു പരാമർശം. കേന്ദ്ര വനം മന്ത്രിക്ക് വീണ്ടും കത്തയച്ചു. ഹോട്ട്സ്പോട്ടുകളിൽ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ദേശാഭിമാനി എഡിറ്റോറിയൽ. RSS ശാഖയല്ല രാജ്ഭവൻ. നമ്മുടെ ഇന്ത്യ ഒരു സമുദായവും അന്യമല്ലാത്ത വിധം എല്ലാ സമുദായങ്ങളുടെയും മാതാവായിരിക്കട്ടെ എന്ന വചനം സങ്കുചിത ദേശീയവാദത്തെ വെല്ലുവിളിച്ച മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സാർവദേശീയ ബോധത്തിൻ്റെ ഔന്നത്യമാണ് വെളിവാക്കിയത്. 1909 ഒരു പ്രഭാഷണത്തിൽ ടാഗോർ പറഞ്ഞ ഇക്കാര്യം 2025 പകുതി പിന്നിടുമ്പോഴും പ്രസക്തമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് ഇനിയും രാഷ്ട്രീയമായ പക്വത വന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഭരണഘടനയല്ല മനുസ്മൃതിയാണ് തങ്ങളെ നയിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നവർ ഭരിക്കുന്ന ഈ രാജ്യം കൂടുതൽ അപരിഷ്കൃതമായ പ്രവണതകളിലേക്ക് നയിക്കപ്പെടുകയാണ്. ആക്രമണം തീവ്രമാക്കാൻ ഇസ്രയേൽ. ഗാസയിൽ കുട്ടികൾ ദാഹിച്ചു മരിക്കുന്നു. ഇസ്രയേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ജലവിതരണ സംവിധാനങ്ങൾ തകർന്നതോടെ ഗാസയിൽ കുട്ടികൾ ദാഹിച്ചു വലഞ്ഞും മരണവക്കിൽ. ഗാസ മനുഷ്യനിർമ്മിത വരൾച്ച നേരിടുകയാണെന്നും കുട്ടികൾ ദാഹം കൊണ്ട് മരിക്കുമെന്നും യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷണത്തിൻ്റെ വിശ്വാസ്യത ഇടിയുന്നു. വിമാന സർവീസ് റദ്ദാക്കൽ
തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ട്രംപുമായി വ്യവസായ ബന്ധം സ്ഥാപിച്ച് അംബാനി. മോദി സർക്കാരിൻ്റെ നയതന്ത്ര പരാജയം സഹകരണം ശക്തമാക്കാൻ ട്രംപ് അസിം മുനീർ ധാരണ. കോൺഗ്രസ് അനുമതിയില്ലാതെ തരൂർ വീണ്ടും വിദേശത്തേക്ക്. മണിപ്പൂരിൽ പ്രതിഷേധം. കുക്കി ഗ്രാമത്തലവൻ്റെ ഭാര്യയെ വെടിവെച്ചു കൊന്നു. ലൈഫ് വീട് ജപ്തി ചെയ്ത് സ്വകാര്യ ബാങ്കിൻ്റെ ക്രൂരത. ഉയരെ ഉന്നത വിദ്യാഭ്യാസം. തമിഴ്നാട്ടിലും കേരള മോഡൽ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റാങ്കിംഗ് നൽകുന്ന കേരള മാതൃക പിന്തുടർന്ന് തമിഴ്നാട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിച്ച കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന് സമാനമായ റാങ്കിംഗ് രീതി ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്. ചൂടുള്ള വാർത്ത. കോൺഗ്രസിന്റെ അഴിമതി ചോദ്യം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ദേഹത്ത് പ്രസിഡന്റ് ചൂടുവെള്ളമൊഴിച്ചു. ജാതി അധിക്ഷേപം നടത്തിയതായും പരാതി.